രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് അടുത്ത ഒരു വീട്ടിൽ നിന്ന് ജാതിക്കയുടെ വിളവെടുപ്പ് നടത്തിയപ്പോൾ കുറച്ച് ജാതിക്ക തൊണ്ട് കിട്ടിയിട്ടുണ്ട്. അത് അച്ചാറിടാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ. ഇത് നല്ല സൂപ്പർ ഗുണമുള്ള വയറിനും ഒക്കെ വയറ്റിലെ ഗ്യാസ് മാറാനും ഈ ജാതിത്തൊണ്ട് എല്ലാം നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ്. നമുക്ക് ഇന്നലെ ഞങ്ങളിത് വെള്ളം തിളപ്പിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ട് ഒന്ന് തിളപ്പിച്ച് കോരി വെച്ചതാണ് തോരാൻ വേണ്ടി. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഞങ്ങൾ. ഇത് 2 ദിവസം നമ്മൾ വെയിലത്തിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഒന്ന് ഉണക്കി പറ്റിച്ചതിന് ശേഷമാണ് ഇത് അച്ചാറിടുന്നത്. അല്ല ഇത് ഈ വെള്ളമയം ഇരുന്നാൽ പിന്നെ പൂപ്പൽ കയറും. പച്ചക്ക് ഇട്ടാൽ അതിനൊരു കമർപ്പുണ്ട്. പച്ചക്ക് അച്ചാറിട്ടാൽ ഇതിന് ഒരു കമർപ്പുണ്ട്, ഒരു നാക്ക് ചൊഴിഞ്ഞ് കയറുന്നത് പോലെ. അതിനാണ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ച് കോരുന്നത്. ഇത് കുറച്ച് അധികമുണ്ട്. നമുക്കിത് വെൾക്കായിട്ട് ഇത് അച്ചാറിട്ട് വെക്കാൻ കുറച്ച് നാൾ കേടാകാതെ വലിയ ഭരണിക്കകത്തിട്ട് വെക്കാൻ. അതുകൊണ്ട് ഇതൊന്ന് ഉണക്കി അച്ചാറിടാനാണ് വശം. പച്ചയ്ക്ക് അച്ചാറിട്ടിട്ടുണ്ട്, അതിലും നല്ലതാണ് ഉണക്കി. അത് വളരെ കാലം കേടുകൂടാതെ വലിയ ജലാംശം ഒന്നും തൊടാതെ വെച്ചേക്കാണെങ്കിൽ വളരെ കാലം ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് വയറിന് നല്ലതാണ്. നമ്മൾ പണ്ടൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ വയറ്റ് വേദനയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഒരു കഷ്ണം എടുത്ത് കടിക്കുകയാണെങ്കിൽ അതിനുള്ളൂ നല്ലൊരു സാധനമായതുകൊണ്ട് ജാതിക്കത്തോട് കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ സ്കൂളിൽ പോകുന്ന ആ സമയം ഓർമ്മ വരുന്നുണ്ട്. പണ്ടൊക്കെ 4 മണി വിട്ട് വരുമ്പോൾ ഈ ജാതിയുടെ ചോട്ടിക്കൂടെല്ലാം കറങ്ങി നടന്ന് ഇതുമൊക്കെ പറിച്ചൊക്കെ തിന്നോണ്ടാണ് നമ്മൾ പണ്ടൊക്കെ വരുന്നത്. ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ എല്ലാവരും ബസ്സിനൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങനത്തെ ഉള്ള പരിപാടിയൊന്നും ഇപ്പോഴത്തെ പിള്ളേരുടെ കയ്യിലില്ല. നമുക്കൊക്കെ അന്നൊക്കെ നടരാജൻ ബസ്സല്ലേ.